നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖിൽ ഇപ്പം മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ജഗൻ, ശ്യാമയ്ക്ക് പാടാൻ കഴിവുണ്ടെന്നുള്ള കാര്യം അഖിൽ അറിഞ്ഞിട്ടുണ്ടാവും. ശ്യാമയ്ക്ക് വേണ്ടിയാവും ഇപ്പൊ ഈ കമ്പനി തുടങ്ങുന്നത്. അഖിലിന്റെ കയ്യിലെ കാശ് മുഴുവൻ അതിനു വേണ്ടി ഇറക്കും. അവൻ കാശ് ഇറക്കട്ടെ, നമ്മളും ഇറക്കും. എന്തായാലും ശരി, ഈ മത്സരത്തിൽ അവനെ ജയിക്കാൻ സമ്മതിക്കത്തില്ല. അവൻ തുടങ്ങുന്നതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മൾ തുടങ്ങും. ഉദ്ഘാടനത്തിന് ഇപ്പോഴത്തെ പ്രശസ്തരായ എല്ലാ സിനിമാക്കാരെയും നമ്മൾ കൊണ്ടുവരും. എന്റെ മകൾ വിസ്മയുടെ പാട്ടായിരിക്കണം നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ പാട്ട്. പക്ഷേ വിസ്മയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ആരെ കൊണ്ട് പാടിക്കും? എന്ന് വെച്ചാ വിസ്മയ പാടണ്ട എന്നാണോ? അങ്ങനെയല്ല. നമ്മൾ ഈ കമ്പനി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. വ്യക്തിബന്ധങ്ങളൊന്നും അവിടെ നോക്കാൻ പാടില്ല. ഓഹോ, അതാണോ ജഗൻജിയുടെ മനസ്സിലിരിപ്പ്? ഏതെങ്കിലും ഗായികയെ വെച്ച് പാടിക്കാന്നാണോ? ഏതെങ്കിലും ഗായികയൊന്നുമല്ല, നന്നായിട്ട് പാടുന്ന ഗായികമാരെയും ഗായകന്മാരെയും വെച്ച് നമ്മൾ പാടിക്കും. ഞാൻ ഈ കമ്പനി തുടങ്ങിയതേ എന്റെ മോൾക്ക് വേണ്ടിയാ. ഞാൻ ഈ കമ്പനിയിൽ പാർട്ണറായതേ ഇതിന്റെ കച്ചവട സാധ്യതകൾ കണ്ടിട്ടാണ്. അറിയാമല്ലോ, എനിക്ക് ഈ ബിസിനസ്സിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ നിങ്ങള് എന്നെ വല്ലാതെ നിർബന്ധിച്ചു. ഈ കമ്പനിയിൽ നിന്ന് കോടികൾ ലാഭം കിട്ടുമെന്നും പറഞ്ഞു. പക്ഷെ ജഗൻ, വിസ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കൃഷ്ണ തുളസിയെ കൊണ്ട് വിസ്മയ്ക്ക് വേണ്ടി പാടിക്കാം എന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ കൃഷ്ണ തുളസിയും ഇല്ല, ചാർമളയും ഇല്ല, ശ്യാമയും ഇല്ല. അപ്പൊ പിന്നെ വിസ്മയെ എങ്ങനെ പാടും? അവക്കൊരു 4 വരി നേരെ ചെവേ പാടാൻ അറിയാമോ? ജഗൻ, എന്റെ മോളെ കളിയാക്കിയാലുണ്ടല്ലോ. കളിയാക്കിയതല്ല, സത്യം പറഞ്ഞതാ. അവക്ക് വേണ്ടിട്ട് പിന്നണി പാടിക്കാൻ നമ്മൾ ആരെ കണ്ടുപിടിക്കും? അതുമല്ല, അഖില് കമ്പനി തുടങ്ങിയതോടെ ഇതുപോലെയുള്ള കള്ളക്കളികളൊക്കെ നടന്നാലേ അഖില് പുറത്തറിയിക്കും. അത് എല്ലാവർക്കും ദോഷമായിട്ട് വരും. വിസ്മയ്ക്ക് പാടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പിന്മാറും. അതെ, എന്റെ കാശ് കുറെ ഇറക്കിയിട്ട് അങ്ങനെ അങ്ങ് പിന്മാറാവുന്ന ആരും കരുതണ്ട. അരുന്ധതിയെ ശരിക്കും അറിയില്ല. എന്നെ നിനക്ക് ശരിക്കറിയാവോ? എന്നെ എതിർക്കാൻ വന്ന തീർത്തു കളയും ഞാൻ. മമ്മി, അങ്കിൾ ഒന്ന് നിർത്തുന്നുണ്ടോ? ശത്രുക്കളുടെ എണ്ണം തന്നെ കൂടിയിരിക്കുന്നു. എന്നിട്ട് അകത്ത് തമ്മി തല്ല്. അങ്കിൾ, മമ്മി ചൂടായതിലെ കാര്യമുണ്ട്. മമ്മിയുടെ സ്വപ്നം എന്നെ പാട്ടുകാരിയാക്കാന്നുള്ളതാ. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയാ. അങ്കിൾ ഞങ്ങളുടെ കൂടെ ചേർന്നപ്പോ ആ കാര്യം എളുപ്പമായെന്നാ ഞങ്ങൾ കരുതിയത്. ജഗൻ, എന്നെയും വിസ്മയും ജഗൻ തള്ളി പറയുന്നത് പോലെ തോന്നി. അതാ ഞാൻ പെട്ടെന്ന് ചൂടായത്. സോറി. എന്തായാലും വിസ്മയെ പാടിപ്പിച്ചേ പറ്റൂ അല്ലേ? കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ ജഗൻ? ശരി, എങ്കിലിനി ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ നീക്കാം. നമുക്ക് ഒന്നിച്ചു നിൽക്കാം ജഗൻജി. അഖിലിന്റെ കമ്പനിയെ തകർക്കണം. അതോടൊപ്പം വിസ്മയെ വലിയൊരു ഗായികയാക്കുകയും വേണം. ഓക്കെ, ഡൺ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.